മാമ കേട്ടാ മാമ ആംപ്ലിഫൈഡ് മോഡുലേഷനിൽ കേശു പുതിയൊരു സമവാക്യം ഉണ്ടാക്കി. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് കേശുവിന്റെ പ്രശ്നമല്ല. കിടലും തന്നെ. നീ എന്തോന്ന് മാർക്കോണിയുടെ പുനർജന്മം? എടാ അതിന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇപ്പൊ പിന്നെയും പിന്നെയും ചക്ക വീണ മാറി കത്തോണ്ടിരിക്കുവാണല്ലോ. ചേച്ചി ഈ ചക്കയൊന്നും വിടാൻ സമയമായിരുന്നു. സംഭവം കണ്ടാ എടാ ഈ കണ്ണി കണ്ട ആക്രികളെല്ലാം എടുത്തോണ്ട് എന്തിനാ നീ വീട്ടിൽ കൊണ്ട് കയറുന്നത്? ഇവിടെ ഉള്ള എല്ലാത്തിനും കൂടെ ഞാൻ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടി എന്ത് മാത്രം പാടുപെട്ടെന്നറിയാം. കൊണ്ട് കളയടാ. എവിടുന്ന് വെച്ചാൽ കൊണ്ടുപോ. ഈ ഇസ്തിരിപ്പെട്ടി നീ ഇസ്തിരിപ്പെട്ടി ഉണ്ടാക്കണ്ട. ഇതെന്തോന്ന് പെരിന്തച്ചൻ കോംപ്ലക്സാ? റേഡിയോ നന്നാക്കിയില്ല, അതുകൂടെ നന്നാക്കട്ടെ. അതില് ചിലപ്പോ കേശു പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് ഡിസ്കറേജ് ചെയ്യാതെ. അയ്യോ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവൻ കൂടുതലും ഇതായിട്ട് നന്നാക്കത്തുള്ളൂ. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. എനിക്കറിയാൻ പാടില്ല എന്റെ അനിയനെ. അവൻ മിടുക്കനാ. എന്നാ പിന്നെ ഇതിവിടെ നോക്കട്ടല്ലേ. എടാ നിന്റെ അടുത്ത് കൊണ്ട് കളയാൻ പറഞ്ഞാ കൈ പിടിച്ച കൈ കയറി പിടിക്കണ കൈ പരിപാടി കാണിച്ചേ. എന്തോന്നല്ലേ കാണിക്കണേ? ഈ കാണിച്ച ഒട്ടും ശരിയായില്ലോ അച്ഛാ. മര്യാദക്ക് ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും, ഇല്ലെങ്കിൽ ഇതും അടിച്ചു പൊട്ടിക്കും. ഇനി ഏതെങ്കിലും ആക്രി സ്ഥാനങ്ങൾ ഇവിടെ എടുത്തോണ്ട് വന്നാ നിന്റെ ചെകുടി ഞാൻ അടിച്ചു പൊട്ടിക്കും കേട്ടോ. പോരാ അല്ലെ കാണിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് അളിയെ അവനല്ല, ഈ തൊഴിൽ നിന്ദിക്കുന്ന പോലെ ആയിപ്പോയി. അച്ഛനെ ഈ തൊഴിലല്ലേ ചെയ്തോണ്ടിരുന്നത് അച്ഛാ? ഈ കാണിച്ച ഭയങ്കര മോശമാണ്. എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനെന്തോ പറ്റി? എന്ത് അടിപൊളിയായിട്ട് അവൻ ശരിയായിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് സന്തോഷത്തിലായിരുന്നു അവൻ. ഈ ദേഷ്യം വന്ന സാധനം എടുത്തറിയേണ്ട പരിപാടി ഇതുവരെയായിട്ടും തീർന്നില്ല. ശ്രീ ആ വർത്താനം പറയല്ലേ. ഒന്നും എടുത്തറിയാത്ത ഒരാള്. അച്ഛൻ എന്ത് വേണമെങ്കിലും ആവാം, ബാക്കിയുള്ളവര് ചെയ്താ പ്രശ്നം. അച്ഛന്റെ സ്വഭാവമാണ് അച്ഛൻ എനിക്ക് ഒട്ടും പിടിക്കാത്ത. കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ നെഞ്ചിയെ കലങ്ങി. അവൻ എന്തുമാത്രം പ്രയാസമായി കാണും. ഒന്നാമത് അവൻ ഊണിലും ഉറക്കത്തിലും ഒക്കെ അളിയന്റെ പേരും പറഞ്ഞുണ്ടാക്കണം. മതി എല്ലാം കൂടെ വളഞ്ഞെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാതെ. ലച്ചുവേ മകളെ പറ, മകളെ ഗൗരി പോയി അവനെ വിളിച്ചോണ്ടോ. വിളിച്ചാവൻ വരുവോ? വിളിച്ചോണ്ട് വാ. എന്തോ കമന്നാണ് ചിരിക്കുവാണോ? സോറി കരയല്ലേ. കേശുവേ എടാ ചേട്ടൻ എന്തെങ്കിലും ടെൻഷനിൽ ഇരുന്നോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ. എന്നിട്ട് വാ. കരയല്ലടാ. നീ എന്തോ പിള്ളേരെ പോലെ കിടന്ന് കരയണേ? കുറച്ച് ഓവറായി പോയല്ലേ. നീ ആ എംബോസ് എന്തിനു കൊള്ളാം? എന്തിനാ പാറു വെറുതെ ഇരുതി എണ്ണൊഴിക്കണ്? ഉണ്ടായിരി കരയല്ലേ. അശ്ശേ കേശു വാടാ, എന്നിട്ട് വാ. അച്ഛൻ ദേഷ്യം വന്ന് ഇങ്ങോട്ട് വരും, പിന്നെ അറിയാലോ. തല്ലോട്ട് അവനെ തല്ലിക്കൊല്ലട്ട്. എന്റെ അച്ഛനല്ലേ, എന്നെ തല്ലാലോ. എടേ ചുമ്മാ സീന് വഷളാക്കാതെ എന്നിട്ട് വാടാ. എന്റെ അമ്മ ഇവന്റെ ഒക്കെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ 24 മണിക്കൂർ ഇവനെ തല്ലണ പോലെയാണല്ലോ. ഇവരൊന്നും അടി കൊണ്ടിട്ടില്ല സത്യം പറഞ്ഞ. ഇവനൊക്കെ ഏറ്റവും കുറവടിയാ കൊണ്ടേക്കുന്നത്. എന്നെയൊക്കെ അടിക്കുന്ന അടിയൊക്കെ കണ്ടായുണ്ടല്ലോ എന്റെ അമ്മേ. അതുകൊണ്ടായിരിക്കും നീ അവസരം കിട്ടുമ്പോ ചേട്ടൻ അടിക്കണം. ഞാൻ എപ്പോഴാ അച്ഛനെ അടിച്ചേ? അല്ല ചേട്ടൻ അന്ന് പറഞ്ഞതിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. ഓ, ഒരു ഐറ്റം കിട്ടിയപ്പോ അത് വെച്ച് എനിക്ക് താങ്ങുവാണല്ലേ? അതിന്റെ ഇടയിൽ കൂടെ അവള് ചൊറിയാൻ നോക്കണം. എടേ എനിക്ക് വാ. നീ വന്നില്ലെങ്കിൽ സത്യടിന് ഒരു കാര്യത്തിൽ നിന്റെ കാര്യത്തിൽ നീ ഇടപെടൂലേ? പാവം, വലിയ കാര്യം ചെയ്ത ആള് കരേണ്ട വന്നു. അതങ്ങനെയാന്നേ. ഈ ശാസ്ത്ര സത്യം കണ്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരെ ലോകം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. എടാ നിന്നെ കളിയാക്കിയതല്ലോ, സത്യം പറഞ്ഞതാണ്. ഇതിലും ഭേദം അച്ഛന്റെ വായിരിക്കണ കേൾക്കണേ.